മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 126 സങ്കീർത്തനം 3 തിരുവാക്യം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പ്രവാസത്തിന് ശേഷം തിരിച്ചു വന്ന പ്രവാസികള് തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കർത്താവിന്റെ പ്രവൃത്തി പങ്കുവെക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, പ്രിയ സഹോദര സഹോദരി, ഇത് ഈ പ്രവാസികളുടെ മാത്രം ഒരു അനുഭവമല്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്തുമാത്രം വലിയ കാര്യങ്ങളാണ് കർത്താവ് ഇന്നേ വരെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ, നമ്മൾ ചോദിച്ചതിനപ്പുറമായി കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ അല്പസമയം സ്തുതിച്ച് ആരാധിക്കാൻ പോവാണ്. ദൈവസ്തുതിയിൽ നമുക്ക് വേണ്ട ഡെലിവറൻസ് ഉണ്ട്. ദൈവസ്തുതിയിൽ നമുക്ക് വേണ്ട സൗഖ്യമുണ്ട്. ദൈവസ്തുതിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമുണ്ട്. ദൈവസ്തുതിയിൽ ആത്മപകർച്ചയുണ്ട്. സ്വർഗം തുറന്ന് കർത്താവിന്റെ മഹത്വം നമ്മുടെ മധ്യേ ഇറങ്ങി വരുന്ന അത്ഭുതങ്ങളുടെ സമയമാണിത്. പൂർണ്ണമായും വിശ്വസിക്കുക. ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആയിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഇന്നോളം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത വൻ കാര്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ മഹത്വം അനുഭവിച്ച് കരമടിച്ച് വലിയ ആനന്ദത്തോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആരും അസ്വസ്ഥരാകരുത്. ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയുന്ന കർത്താവ് നമ്മോടൊപ്പമുണ്ട്. പൂർണ്ണമായും വിശ്വസിച്ച് നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബമായി പാടി ആരാധിക്കുന്നു. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ആ ബോധ്യത്തോടെ ഒന്നേറ്റു പറഞ്ഞ് അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന സമയം കർത്താവെ പ്രവർത്തിക്കണമേ. ബുദ്ധിക്കതീതമം അത്യത്ഭുതങ്ങൾ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ഇത്രത്തോളം നടത്തിയ കർത്താവേ, ഞങ്ങളെ പരിപാലിച്ച കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് സ്വരമുയർത്തി പാടി ആരാധിക്കുന്നു. സാധ്യമാ, സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ച് അഭിഷേകത്തോടെ പരസ്പരം പറഞ്ഞ് യേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും
കുലുങ്ങുകയില്ല ഇനി. എന്താ കാര്യം? അത് പരിഹരിക്കാൻ കഴിയുന്ന കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയെ മാറ്റുന്നു. ശക്തി എന്നിൽ എന്നെ ജയാളി. കരങ്ങൾ ഉയർത്തിയടിച്ച് സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. അനേകം ജീവിതങ്ങൾ വിശുദ്ധീകരിക്കണമേ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിയടിച്ച് അഭിഷേകത്തോടെ എല്ലാവരും പ്രശ്നങ്ങൾ നോക്കിയെന്ന് പറഞ്ഞേ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ, എൻ യേശുവൻ കൂടെയുള്ളതാ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ മധ്യേ വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, അങ്ങയുടെ മഹത്വം ഞങ്ങളെ പൊതിയട്ടെ. അങ്ങയുടെ സാന്നിധ്യം സകല കെട്ടുകളെയും അഴിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പരിശുദ്ധാത്മാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന സകല ജീവിതങ്ങളിലുള്ള ബന്ധനത്തിന്റെ കെട്ടുകളെ പരിശുദ്ധാത്മാവേ സ്വർഗത്തിന്റെ തീയായി ഇറങ്ങി വന്ന് അതെല്ലാം കരിച്ച് ചാരമാക്കി കളയണമേ. റിലീസ്. ദൈവശക്തി ജനലക്ഷങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. മാറാ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തകർന്ന ജീവിതങ്ങൾ ബലപ്പെടട്ടെ. വേദനയിൽ കഴിയുന്ന വ്യക്തികൾ പ്രത്യാശയാൽ നിറയപ്പെടട്ടെ. ലോർഡ് ബ്ലെസ്. കർത്താവേ, കരങ്ങൾ ഉയർത്തി അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണമേ. ഫിൽ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. പരിശുദ്ധ അമ്മേ, ദൈവവചനത്തിന്റെ അമ്മേ, ഞങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രശ്നങ്ങളെ കുടഞ്ഞെറിയുക, പ്രശ്നങ്ങളെ കുടഞ്ഞെറിയുക. ഈ അടുത്ത നാളുകളിൽ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് ഹൃദയത്തെ പ്രകാശിപ്പിച്ച ഒരു ചിന്തയാണിത്. ആയിരക്കണക്കിന് വ്യക്തികൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ മൂലം നട്ടം തിരിയുന്നുണ്ട്. ഒരുപാട് ജീവിതങ്ങൾ നിരാശിതരും ദുഃഖിതരും. അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ പരിഹരിക്കാം അറിയാതെ ഭാരപ്പെട്ട് പലരും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തെറ്റായ വഴികളിൽപ്പെട്ട് അതും വലിയ കെണികളായി മാറുന്ന നൂറ് അനുഭവങ്ങൾ ഈ നാളുകളിൽ നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ ഓരോ ദിവസവും അനേകം കോളുകൾ വരുന്നുണ്ട്. ഇതിൽ നല്ലൊരു ശതമാനവും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. മുന്നോട്ട് പോകാൻ യാതൊരു വഴിയുമില്ല. ചില വ്യക്തികൾ പറയുന്നു, ഞങ്ങൾ ഒരുപാട് സാമ്പത്തികമായ കടബാധ്യതകൾ മൂലം കഷ്ടപ്പെടുകയാണ്. വേറെ ചില വ്യക്തികൾ പറയുന്നു, മാറാ രോഗങ്ങൾ പിടികൂടി ജീവിതത്തിന്റെ അവസാന നാളുകൾ ഞങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാ. ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കുമോ? എൻ്റെ കുടുംബം അനാഥമായി പോകുമോ? വിവിധങ്ങളായ പ്രതിസന്ധികൾ മൂലം ഇതുപോലെ കഷ്ടപ്പെടുന്ന പതിനായിരങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, നീ അനുഭവിക്കുന്ന പ്രശ്നം എന്തു തന്നെയാണെങ്കിലും
അത് പരിഹരിക്കാൻ കഴിയുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുക. അവിടെയാണ് നമുക്ക് പ്രത്യാശ ലഭിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ജീവിതം കൂടുതൽ ആത്മനിറവിന്റെ ജീവിതമായിട്ട് മാറുന്നത്. പ്രവാചകനായ യെശയ്യായുടെ പുസ്തകം 43 അധ്യായം 14 തിരുവചനം. നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഈ വിഷയവുമായി വളരെ പ്രാധാന്യതയുള്ള തിരുവാക്യമാണിത്. നിങ്ങളുടെ പരിശുദ്ധനായ കർത്താവ് അരുളി ചെയ്യുന്നു, സകല പ്രതിബന്ധങ്ങളെയും ഞാൻ തകർത്തു കളയും. സകല പ്രതിബന്ധങ്ങളെയും ഞാൻ തകർക്കും. നമുക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാഗ്ദാനമാണ്. പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില നിമിഷങ്ങളിലൊക്കെ നമുക്കൊരു തളർച്ച വരും, ചില മടുപ്പ് തോന്നാം, ക്ഷീണം അനുഭവപ്പെടാം. എന്നാൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ കണ്ണുറപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു എനർജി, നമുക്ക് കിട്ടുന്നൊരു പവറുണ്ട്. അതാണ് നമ്മളെ കൂടുതൽ ആവേശമുള്ളവരാക്കി മാറ്റുന്നത്. ഇവിടെ എന്താ കർത്താവ് പറയുന്നത്? ഞാൻ സകല പ്രതിബന്ധങ്ങളും തകർക്കുന്ന ദൈവമാണ്. പ്രിയ സഹോദര സഹോദരി, ഇത് നിനക്കുള്ള ദൂത. നിന്റെ ജീവിതത്തിലേക്ക് ഈ വചനം നീ ഏറ്റെടുത്താൽ അത്ഭുതങ്ങൾ ദർശിക്കാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം 2 തിരുവാക്യം ഈ സത്യം തന്നെയാണ് നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്നത്. ഞാൻ നിനക്ക് മുൻപേ പോയി മലകളെ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നമ്മളെ കരുതുന്നൊരു കർത്താവ്, ഏത് സാഹചര്യത്തിലും നമ്മളെ സൂക്ഷിക്കുവാൻ മതിയായവനായ ദൈവം. ഞാൻ എൻ്റെ ദൂതന്മാരെ നിനക്ക് മുൻപേ അയക്കുന്നല്ല പറയുന്നത്, ഞാൻ നിനക്ക് മുൻപേ പോകും. നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ, നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ, നീ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ, എൻ്റെ കുഞ്ഞേ, ഞാൻ നിനക്ക് മുൻപേ പോയി നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന സകല മലകളെയും ഞാൻ നിരപ്പാക്കും. ഓ, എന്തൊരു വചനമാണിത്! മലകളെ നിരപ്പാക്കുന്ന അഭിഷേകം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ദൈവമനുഷ്യനാണ്. പൗലോസിലേക്ക് ഈ സത്യം അറിയാമായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27-25 എന്താണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്? പൗലോസ് യാത്ര ചെയ്തിരുന്ന കപ്പല് ആ കൊടുങ്കാറ്റിൽപ്പെട്ട് ആടി ഉലയുകയാണ്. ഏത് നിമിഷത്തിലും കപ്പല് മുങ്ങിപ്പോകാം. വളരെ ദിവസങ്ങളായി അവർ സൂര്യപ്രകാശം കണ്ടിട്ട്, ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നുണ്ട്, നാളുകളായിട്ട് അവർ സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയൊന്നും കാണുന്നില്ല. ഉൾക്കടലിൽപ്പെട്ട് കപ്പൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. ഏത് നിമിഷത്തും മുങ്ങിപ്പോകാം, ജീവിക്കാം എന്നുള്ള പ്രതീക്ഷ അവർക്കൊക്കെ നഷ്ടപ്പെട്ടു. പൗലോസിന് കൂടെ യാത്ര ചെയ്തിരുന്നവരൊക്കെ നിരാശിതരായി, മനസ്സ് മരവിച്ച ജീവിതങ്ങളായിട്ട് മാറി. എന്നാൽ ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ പൗലോസ് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മ നിറവോടെ തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ആരും അസ്വസ്ഥരാകേണ്ട, ധൈര്യമായിരിക്കെ. എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു. ഈ ഒരു വെളിപാട് പൗലോസിന്റെ ഹൃദയത്തെ എപ്പോഴും പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ, പ്രശ്നം എത്ര വലുതാണെങ്കിലും അത് പരിഹരിക്കാൻ കഴിയുന്ന കർത്താവിന്റെ സാന്നിധ്യം നിരന്തരം അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? മരണം മുന്നിൽ കണ്ട് നിൽക്കുമ്പോഴും പൗലോസ് അസ്വസ്ഥനായില്ല, ആകുലപ്പെട്ടില്ല.
മറ്റു യാത്രക്കാരെ പോലെ നിരാശിതനായില്ല, പിറുപിറുത്തില്ല. ആ പ്രശ്നത്തിന്റെ നടുവിൽ തന്റെ വിശ്വാസത്തെ ധീരതയോടെ പ്രഘോഷിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഈ വിഷയത്തിന്റെ പ്രധാന താക്കോൽ വചനമാണിത്. അത്ഭുതകരമായ കർത്താവ് ആ പ്രതിസന്ധിയിൽ ഇടപെടുകയാണ്. അങ്ങനെ ആ കപ്പലെ മാൾട്ട എന്ന് പറയുന്ന ഒരു ദ്വീപിൽ എത്തിച്ചേരുകയാണ്. പൗലോസും കൂടെ യാത്ര ചെയ്തിരുന്ന വ്യക്തികളും ആ ദ്വീപിൽ ഇറങ്ങി. അതൊരു തണുപ്പ് സമയമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ആ ദ്വീപിലെ മനുഷ്യരെ തീ കൂട്ടി ചൂടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവരെ സ്വീകരിച്ചത്. 3-ാം വചനം പറയുന്നു, പൗലോസ് കുറച്ച് ചുള്ളിക്കമ്പുകൾ ഇങ്ങനെ പുറക്കിയെടുക്കുകയാണ്. അത് കത്തിച്ചിട്ട് ചൂട് കിട്ടാനായിട്ട്. ഈ ചുള്ളിക്കമ്പുകൾ പറക്കിയെടുക്കുന്ന സമയത്ത് ആ ചുള്ളിക്കമ്പിൽ നിന്ന് ഒരു അണലിപ്പാമ്പ് പുറത്തു വന്ന് പൗലോസിന്റെ കയ്യിൽ ഈ പാമ്പ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം, അണലിപ്പാമ്പാണ്. ഇത് കണ്ടുകൊണ്ട് നിന്ന ദ്വീപിലെ മനുഷ്യര് പറഞ്ഞു, ഇവൻ ഏതോ കൊലപാതകിയാണ്. കപ്പലപകടത്തിൽ രക്ഷപ്പെട്ടാലും ദൈവത്തിന്റെ നീതി ഇവൻ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ തിരുവെഴുത്ത് പറയുകയാണ്, തന്റെ കയ്യിൽ തൂങ്ങിക്കിടന്ന ഈ പാമ്പിനെ പൗലോസ് കുടഞ്ഞെറിഞ്ഞു. പാമ്പിനെ കുടഞ്ഞെറിഞ്ഞു. ആ വചനം എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു. പൗലോസിന്റെ മുൻപിലുള്ള പ്രശ്നം എന്തായിരുന്നു? ഈ അണലിപ്പാമ്പായിരുന്നു. ആ പാമ്പ് ഇങ്ങനെ അള്ളി പിടിച്ച് കിടക്കുക, തൂങ്ങിക്കിടക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരുന്ന മനുഷ്യരൊക്കെ ചിന്തിച്ചു, ഇപ്പോൾ പൗലോസ് മരിച്ചു വീഴുമെന്ന്. എന്നാൽ പൗലോസ് എന്താ ചെയ്തത്? ആ പാമ്പിനെ കുടഞ്ഞെറിയുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അഭിഷേകം. തന്റെ മുൻപിൽ വന്ന താൻ അനുഭവിച്ച പ്രശ്നത്തെ കുടഞ്ഞെറിഞ്ഞു. കാരണം കർത്താവിന്റെ ശക്തിയുടെ വലുപ്പം അപ്പോസ്തലനായ പൗലോസിന് അറിയാമായിരുന്നു. പ്രശ്നങ്ങളെ കുടഞ്ഞെറിയുന്നവരായി ദൈവത്തിന്റെ ജനം മാറണം. ഇതിലൂടെ എന്താണ് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത്? കർത്താവിന്റെ വല്ലഭത്വമുള്ള ശക്തി നമ്മൾ തിരിച്ചറിയണം. ഇന്ന് പിശാചിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പലവിധ പ്രശ്നങ്ങളാൽ നമ്മളെ ലോക്ക് ചെയ്ത് ആ പ്രശ്നങ്ങളിൽ നമ്മളെ തളച്ചിടുക. ഒരു കാരണവശാലും നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരരുത്. അനേകം വ്യക്തികൾ ഇതുപോലെ പിശാച് ഇന്ന് ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അവർക്ക് പുറത്തു വരാൻ കഴിയാതെ, ഒരു എക്സിറ്റ് കിട്ടാതെ ഭാരപ്പെടുന്ന ആയിരക്കണക്കിന് വ്യക്തികൾ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രിയ സഹോദര സഹോദരി, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഇതെങ്ങനെ കൈകാര്യം ചെയ്യാം? എങ്ങനെ ഇതിൽ നിന്ന് എനിക്കൊരു വിമോചനം കിട്ടും? ഇത് പരിഹരിക്കപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ച് നീരി കഴിയുന്ന അനേകം ജീവിതങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലൂടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു. പ്രശ്നങ്ങളെ കുടഞ്ഞെറിയണം. അതിനുള്ളിൽപ്പെട്ട് നമ്മൾ ലോക്കായി പോയി, ഓയോ എനിക്കിത് സംഭവിച്ചല്ലോ, ഇത് എന്നെ കൊണ്ടേ പോകൂ, എൻ്റെ ജീവിതം അവസാനിച്ചല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നെഗറ്റീവായ വാക്കുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കൂടുതൽ ഇങ്ങനെ കുഴിയിലോട്ട് പോകാതെ, പ്രശ്നം എന്ത് തന്നെയാണെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്ന കർത്താവിന്റെ തിരുമുഖത്ത് നീ കണ്ണുറപ്പിക്കേ. നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിനെ അനുഭവിക്കാൻ കഴിയും. അതാണ് നമ്മൾ സങ്കീർത്തനത്തിൽ കണ്ടത്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി കടന്നു വന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ കൊച്ചു ബുദ്ധി കൊണ്ട് ചിന്തിച്ചു, ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും, ഇതെങ്ങനെ ഇല്ലായ്മ ചെയ്യാം, എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്കൊരു എക്സിറ്റ് കിട്ടും. ആദ്യ നിമിഷങ്ങളിലൊക്കെ ചില ആശങ്കകളുണ്ടായി, ആകുലതകളുണ്ടായി. പക്ഷെ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കരുത്ത് തരികയായിരുന്നു. പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. പിശാച് പറയും, ഈ പ്രശ്നം നിന്നെ കൊണ്ടേ പോകൂ, നിനക്കിനി രക്ഷയില്ല, നീ അവസാനിച്ചു, എല്ലാം തീരാൻ പോവാണ്. നെഗറ്റീവായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാം. പക്ഷെ അതിൻ്റെ നടുവിൽ മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ ബലപ്പെടുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ പൈതലെ, നീ ദൈവവചനത്തിൽ ആശ്രയം കണ്ടെത്ത്. നീ വചനത്തിൽ നിന്ന് വേണ്ട പവർ റിസീവ് ചെയ്യേ. വചനത്തിൽ നീ ഒന്ന് വിശ്രമിക്കേ. നിന്റെ ജീവിതം അത്ഭുതമാക്കി കർത്താവ് മാറ്റും. ഞാൻ ഓർക്കുകയാണ് ഇങ്ങനെ, പക്ഷെ പ്രാർത്ഥിച്ച നിമിഷത്തില് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വന്നു. എങ്ങനെ പരിഹരിക്കാൻ പറ്റും, ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നൊക്കെ ചിന്തിച്ച നിമിഷങ്ങളിൽ കർത്താവ് ഇറങ്ങി വന്ന് എത്ര മനോഹരമായിട്ടാണ് അതെല്ലാം കർത്താവ് ക്രമീകരിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള 100 അനുഭവങ്ങൾ നമുക്കൊക്കെ പറയാൻ പറ്റും. പല പ്രശ്നങ്ങളുടെ ആ കുരുക്കുകളിൽപ്പെട്ട് നമ്മൾ കിടക്കുക. നമുക്കറിയില്ല ഈ കുരുക്ക് എവിടെ നിന്ന് ആദ്യം അഴിക്കേണ്ടതെന്ന്. അതുപോലെ കുരുങ്ങിക്കിടക്കുക. ഈ കുരുക്ക് ആദ്യം എവിടെ നിന്ന് അഴിച്ചു തുടങ്ങണം നമ്മുടെ കൊച്ചുബുദ്ധിക്ക് അറിയില്ല. എന്നാൽ സർവജ്ഞാനിയായ കർത്താവിനെ അതറിയാം. പ്രശ്നം കർത്താവിനെ ഏൽപ്പിക്കുക. സഹോദര സഹോദരി, നീ ഫ്രീ ആകുക. നിന്റെ ജീവിതത്തിൽ പുതിയ വഴികൾ കർത്താവ് തുറക്കും. പ്രശ്നങ്ങളെ കുടഞ്ഞെറിഞ്ഞ് കൃപയുടെ ജീവിതത്തിനായി നമ്മൾ ഒരുങ്ങണം. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചു പാടി എന്താ പാടിയത്? സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാൽ. നമ്മുടെ കരുത്ത് പറയുന്നത്, നമ്മുടെ സാധ്യത എന്ന് പറയുന്നത്, നമ്മുടെ മുൻപിലുള്ള വഴികൾ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടണ്ട. 91 സങ്കീർത്തനം 15 വാക്യം, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവന്റെ കഷ്ടതയുടെ കാലത്ത് ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഇങ്ങനെ വാക്കു പറഞ്ഞ ആരായി ലോകത്തിലുള്ളത്? കഷ്ടപ്പാടിന്റെ കാലത്ത് മാറിപ്പോകുന്നൊരു ദൈവമല്ല യേശു. കണ്ണുനീരിന്റെയും വേദനയുടെയും പ്രശ്നങ്ങളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നീ വട്ടം കറങ്ങുമ്പോൾ നിന്നെ വിട്ടകന്നു പോകുന്നവനല്ല കർത്താവായ യേശു. ദൈവത്തിന് തിരുവെടുത്ത് പറയാ, നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ, നീ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്നോട് ചേർന്ന് നിന്ന് അത്ഭുതകരമായി നിന്നെ വഴി നടത്തുന്ന ദൈവം. നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മീതെ ചവിട്ടി നടക്കാനുള്ള അഭിഷേകമാണ് കർത്താവ് നിന്റെ മേൽ പകരുന്നത്. ഈ സത്യം മനസ്സിലാക്കി ഒരിക്കൽ കൂടെ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ആ വലതുകരന്ന് ഉയർത്തി ആ വരികൾ നെറ്റുപറഞ്ഞ്, സാധ്യമാണ്, എല്ലാം എനിക്ക് സാധ്യമാണ്, എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ളതിനാൽ ഒരു പ്രശ്നത്തെയും ഞാൻ ഭയപ്പെടുകയില്ല, ഒരു പ്രതിസന്ധി ഞാൻ ഭയപ്പെടുകയില്ല. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും, എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെ പരിഹരിക്കാൻ കഴിയുന്ന കർത്താവ് എന്നോടൊപ്പമുണ്ട്. ആ വലിയ ബോധ്യത്തോടെ നമ്മൾ ഒരുമിച്ചേറ്റ് പറയുന്നു, സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. കുടുംബത്തിലുള്ളവരെ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് പരസ്പരം മുഖത്തോടെ മുഖം നോക്കി ഒന്ന് ബൂസ്റ്റ് ചെയ്ത്, ഒന്ന് എൻകറേജ് ചെയ്ത് കർത്താവിന്റെ ഈ വാഗ്ദത്തം, ഈ പ്രോമിസ് പരസ്പരം ഏറ്റുപറഞ്ഞ് നമ്മൾ ആത്മാവിലൊന്ന് ബലപ്പെടും. എല്ലാവരും സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാൽ. ജീസസ്, നിങ്ങൾ വിശ്വസിക്കുന്നു പ്രശ്നങ്ങളെ കുടഞ്ഞെറിയാനുള്ള അഭിഷേകം, പ്രശ്നങ്ങളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള അഭിഷേകം. കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നു കർത്താവേ, പ്രശ്നങ്ങളുടെ മീതെ ചവിട്ടി നടക്കാനുള്ള അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ. പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടാതെ, പ്രതിസന്ധികളെ കണ്ട് നിരാശപ്പെടാതെ, അതിനെ പരിഹരിക്കാൻ കഴിയുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച്, കർത്താവിന്റെ തിരുമുഖത്തെ കണ്ണുറപ്പിച്ച് വിശ്വാസത്തോടെ മുന്നേറാനുള്ള ആത്മനിറവ് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വിവിധങ്ങളായ പ്രശ്നങ്ങള് യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കഷ്ടതകള്, കണ്ണുനീരുകള്, വേദനകള്, ഈ പ്രശ്നം ആർക്കും പരിഹരിക്കാൻ കഴിയുക എന്ന് തോന്നുമാറുള്ള ഒരുപാട് പ്രതികൂലങ്ങള് കർത്താവേ നീ ഇറങ്ങി വന്ന് അതെല്ലാം വെട്ടിമുറിച്ച്
കർത്താവേ, നിന്റെ ജനത്തെ അത്ഭുതകരമായി വഴി നടത്തണമേ. Bless, bless Lord. പ്രശ്നങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ഞങ്ങൾക്ക് തരണമേ. അഭിഷേകം തരണമേ. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തോട് സഭയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Bless, bless, bless Lord. കർത്താവ് നൽകിയ ഈ ദൂത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഈ അഭിഷേകത്തിൽ നമുക്ക് ജീവിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു പ്രശ്നങ്ങളെ കുടഞ്ഞെറിയുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. പ്രിയ സഹോദര സഹോദരി, നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങള്, പ്രതിസന്ധികൾ എന്തുമാവട്ടെ, അതെല്ലാം പരിഹരിക്കുവാൻ മതിയായവനാണ് ദിവ്യകാരുണ്യമായി നിന്റെ മുൻപിൽ കടന്നു വന്നിരിക്കുന്നത്. ഇരു കരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അത്ഭുത ഡെലിവറൻസ് ഉണ്ടാകുന്ന സമയം നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന തകർച്ചകളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ പരാജയങ്ങളിൽ നിന്ന് കർത്താവ് നമുക്ക് അത്ഭുതകരമായ വിമോചനം തരുന്ന സമയം വിശ്വാസത്തോടെ യേശു നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അനേകരെ കർത്താവ് കരമുയർത്തി അനുഗ്രഹിക്കുന്ന സമയം, അനേകം രോഗികളെ ഈശോ സുഖപ്പെടുന്ന സമയം, തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് ബലപ്പെടുത്തുന്ന സമയം, വിവിധങ്ങളായ പ്രശ്നങ്ങളാൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങളെ കർത്താവ് വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. അങ്ങയുടെ ജനത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യണമേ. അത്ഭുതത്തിന്റെ അഭിഷേകം, സൗഖ്യത്തിന്റെ അഭിഷേകം, കൃപയുടെ അഭിഷേകം ജനലക്ഷങ്ങളിലേക്ക് ഈ ആരാധന ശുശ്രൂഷയിലൂടെ നിറഞ്ഞൊഴുകട്ടെ. ആരാധന, ആരാധന, ആരാധന. ഞങ്ങൾ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങൾക്ക് വിമോചനം നൽകിയ കർത്താവേ, ഞങ്ങൾ അഭിഷേകം ചെയ്ത കർത്താവേ, നന്ദി, നന്ദി, നന്ദി കർത്താവേ. താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് നീതിമാന്മാരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ,